നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ശരീരത്തിലെ നീർക്കെട്ട്, വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാരണ കുടിക്കുന്ന വെള്ളത്തിൽ ചില ചേരുവകൾ ചേർത്ത് കുടിക്കുന്നതിലൂടെ ഞരമ്പുകളുടെ ബലക്കുറവിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവയൊക്കെ തന്നെ ഏറെക്കുറെ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും 3 ഔഷധങ്ങളാണ് പറയുന്നത്. ആയുർവേദത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 ഔഷധങ്ങളാണ്. ഇത് ഏത് രീതികളിലാണെന്നുള്ളതും എത്ര അളവുകളിലാണെന്നുള്ളതും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഒരു ചെറിയ അനൗൺസ്മെന്റ് പറയാനുണ്ട്. ആരോഗ്യതീരം ആയുർവേദിക് വെൽനസ് ആൻഡ് ബ്യൂട്ടി ക്ലിനിക്ക് മലപ്പുറത്ത് പുഴമ്പുറം ഭാഗത്താണ് തുടങ്ങിയിട്ടുള്ളത്. കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നതാണ്. അതും ഞാൻ വരുന്ന വീഡിയോസിലൂടെ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓൺലൈൻ കൺസൾട്ട് ചെയ്ത് മരുന്ന് നമ്മൾ വീട്ടിൽ കൊറിയർ സർവീസ് വഴി തന്നെ എത്തിക്കുന്ന സംവിധാനവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ്. ഇതിനെപ്പറ്റിയുള്ള വീഡിയോസ് വരും വീഡിയോകൾ ഞാൻ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഇതിലെ ആദ്യത്തെ ഔഷധം എന്ന് പറയുന്നത് വയൽച്ചുള്ളിയാണ്. അപ്പോൾ വയൽച്ചുള്ളി എന്ന് പറയുന്നത് ഒരുപാട് കഷായങ്ങളിലും അരിഷ്ടങ്ങളിലും ഒക്കെ തന്നെ പ്രധാന ചേരുവകളാക്കിയിട്ട് ചേർക്കുന്നതാണ്. മൂത്ര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, മൂത്രാശയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണെന്നുണ്ടെങ്കിലും ശരീരത്തിൽ അമിതമായിട്ട് നീർക്കെട്ടുകൾ ഉള്ളവർക്കും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഇതിന്റെ ഉപയോഗ രീതി എന്ന് പറയുന്നത്, ഇത് നമുക്ക് പലപ്പോഴും വരമ്പുകളിലൊക്കെ തന്നെ വളരെ സുലഭമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. ഏകദേശം 10 ഗ്രാം അളവായിട്ടുള്ള വയൽച്ചുള്ളി എടുക്കുക. അങ്ങാടി കടകളിലും അവൈലബിൾ ആണ്. 10 തൊട്ട് 15 ഗ്രാം വരെ എടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുക. എന്നിട്ട് 4 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് സമയമെങ്കിലും വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം ദിവസത്തിൽ പല തവണകളായിട്ട് ഇത് കുടിക്കാൻ കഴിയുന്നതാണ്. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ നൽകുന്നതാണ്. ഇതൊരു 2 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുടിച്ചതിന് ശേഷം 1 മാസം ഗ്യാപ്പ് ഇടാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. വേദനകൾ കുറയുന്ന അനുസരിച്ച് ഏകദേശം 2 മാസം അളവെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു വെള്ളം നമ്മൾ സാധാരണ കുടിവെള്ളത്തിന്റെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത ഔഷധം എന്ന് പറയുന്നത് കുറുന്തോട്ടിയാണ്. സംസ്കൃതത്തിൽ ബല എന്ന് പറയും. ഒരുപാട് തൈലങ്ങളിൽ, അരിഷ്ടങ്ങളിൽ, കഷായങ്ങളിലൊക്കെ തന്നെ പ്രധാന ചേരുവകളായിട്ടുള്ളതാണ്. ഇത് വാദസംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് നാഡീനെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. ഈ ഒരു കുറുന്തോട്ടിയും നമുക്ക് ഏകദേശം 10 തൊട്ട് 15 ഗ്രാം വരെ അളവായിട്ടുള്ള കുറുന്തോട്ടി എടുക്കുക. സമൂലമായിട്ടുള്ള കുറുന്തോട്ടി എടുക്കുക. വേരും തണ്ടും എല്ലാം ആയിട്ടുള്ള കുറുന്തോട്ടി എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഏകദേശം 3.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 10 തൊട്ട് 15 മിനിറ്റ് വരെ വെട്ടിത്തിളയ്ക്കാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം ഇത് ദിവസത്തില് പല തവണകളായിട്ട് കുടിക്കാൻ കഴിയുന്നതാണ്, സാധാരണ വെള്ളം കുടിക്കുന്നത് പോലെ. ഇങ്ങനെ ഒരു 2 മാസം അളവെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് ശരീരത്തിലെ ബലത്തിന്, അതായത് നാഡീ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ, കൈകാൽ തരിപ്പിന്റെ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇവ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിലെ നീർക്കെട്ടും വേദനകളും ഒരുപോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. മൂന്നാമത്തെ ഔഷധം എന്ന് പറയുന്നത് ഞെരിഞ്ഞിലാണ്. ഗോക്ഷൂര എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഞെരിഞ്ഞിൽ നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഒരുപാട് ഔഷധങ്ങളിൽ ചേർക്കുന്നതാണ്. പ്രത്യേകിച്ച് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അടങ്ങിയിട്ടുണ്ട്. നീർക്കെട്ടുകൾ അതിവേഗത്തിൽ തന്നെ കുറയ്ക്കാനും മൂത്രത്തിലൂടെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയും ഗുണകരമാകുന്നതാണ്. പലപ്പോഴും UTI കണ്ടീഷൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പനിക്കോളിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ, പനിക്കോളിനോടൊപ്പം തന്നെ നമുക്ക് സന്ധികൾക്ക് വേദനകൾ ഉണ്ടാവുക, ഈ കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീകൾക്കാണ് കൂടുതലായിട്ടും ഹോർമോണൽ ഇംബാലൻസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇവ അകറ്റാനും ഒക്കെ തന്നെ വളരെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിച്ചു പോരാൻ പറ്റുന്നതാണ്. ഒരു ഞെരിഞ്ഞില് അങ്ങാടി കടകളിൽ ലഭ്യമാവുന്നതാണ്. ഇതിൽ നിന്നും ഒരു 5 തൊട്ട് 10 ഗ്രാം വരെ മാത്രമാണ് എടുക്കേണ്ടത്. ഇതൊരു 4 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് തൊട്ട് 15 മിനിറ്റ് വരെയെങ്കിലും തിളപ്പിക്കണം. അതിനുശേഷം ചെറു ചൂടോട് കൂടിയിട്ട് പല തവണകളായിട്ട് നമുക്ക് ദിവസത്തിൽ ഉപയോഗിച്ചു പോരാൻ കഴിയുന്നതാണ്. മേൽ പറഞ്ഞിട്ടുള്ള 3 ഔഷധങ്ങളിൽ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് മാത്രം നമുക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ 2 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ റിസൾട്ടുകൾ വരികയും അതുപോലെ ഇനി വീണ്ടും ഈ ഒരു പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയും ഏറെക്കുറെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി മേൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നിത്യേന ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു കർക്കിടകമൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് ഇതിന് പകരമായിട്ട് കർക്കിടക കഞ്ഞിക്കൂട്ട് നമുക്ക് കഴിക്കാൻ കഴിയുന്നതാണ്. ഒരു 7 ദിവസത്തെ പാക്കേജാണ് കർക്കിടക കഞ്ഞിക്കൂട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മൾ
ആരോഗ്യതീരത്തിന്റെ തന്നെ കർക്കിടക കഞ്ഞിക്കൂട്ടാണ്. റെഡിമെയ്ഡ് ആയിട്ട് ഈ ഒരു ചേരുവകളൊക്കെ തന്നെ ഇതിൽ ഏകദേശം ഒരു 37 ഔഷധങ്ങൾ പ്രധാനമായിട്ട് ചേർത്തിട്ടുണ്ട്. എരിഞ്ഞില്, പുത്തരിച്ചുണ്ട്, ശതാവരി, ഓരിലം, അതുപോലെ വയൽച്ചുള്ളി, കുറുന്തോട്ടി മുതലായിട്ടുള്ള ചേരുവകളൊക്കെ തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഏകദേശം 37 മരുന്നുകൂട്ടുകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചന്വേഷിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഏതാണ് സ്ഥലം എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് നമുക്ക് കൊറിയർ ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.